വർഷം 1991 എന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ, പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഒരു പ്രധാന ഘടകമാണ്. മുൻ നിയന്ത്രണ സമ്പദ്‌വ്യവസ്ഥയിൽ നിന്നും ഇന്ത്യൻ സമ്പദ്‌വ്യവസ്ഥയെ തുറന്ന വിപണി സമ്പദ്‌വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ച വർഷമാണിത്. അന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവും ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു. പേയ്മെന്റ്സ് ബാലൻസ് പ്രശ്നം കാരണം ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയായിരുന്നു. പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റാനായി സാമ്പത്തിക ഘടനയിലും സമീപനത്തിലും അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നു. ആഗോളവൽക്കരണ മേഖലയിലേക്ക് പ്രവേശിച്ച് സമ്പദ്‌വ്യവസ്ഥയെ കൂടുതൽ വിപണി കേന്ദ്രീകൃതമാക്കുക, പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുകയും പേയ്മെന്റിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുകയും ചെയ്യുക, സമ്പദ്‌വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുകയും ആവശ്യത്തിന് വിദേശ നാണ്യകരുതൽ ശേഖരം സൃഷ്ടിക്കുകയും ചെയ്യുക, സമ്പദ്‌വ്യവസ്ഥയെ അസ്ഥിരമാക്കുകയും അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കി സമ്പദ്‌വ്യവസ്ഥയെ വിപണി സമ്പദ്‌വ്യവസ്ഥയാക്കി മാറ്റുകയും ചെയ്യുക. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ശാഖകൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയായിരുന്നു. ഉദാരവൽക്കരണം എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇത് നേരത്തെ RBI മാത്രമാണ് ചെയ്തിരുന്നത്. ചെറുകിട വ്യവസായങ്ങൾക്കുള്ള നിക്ഷേപ പരിധി 1 കോടി രൂപയായി ഉയർത്തി. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി. കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദനശേഷി വികസിപ്പിക്കാനും വൈവിധ്യവൽക്കരിക്കാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. മുമ്പ് സർക്കാരാണ് ഉൽപ്പാദനശേഷിയുടെ പരമാവധി പരിധി നിശ്ചയിച്ചിരുന്നത്. നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾ നിർത്തലാക്കി സ്വകാര്യ മേഖലയിൽ ലൈസൻസിംഗ് എടുത്തുകളഞ്ഞു. മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ, അപകടകരമായ രാസവസ്തുക്കൾ, മയക്കുമരുന്നുകൾ എന്നിങ്ങനെ ഏതാനും വ്യവസായങ്ങൾക്ക് മാത്രമേ ലൈസൻസ് ലഭിക്കേണ്ടതുള്ളൂ. സ്വകാര്യവൽക്കരണത്തിൽ ഇതിന് കീഴിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ PSU സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ കമ്പനികൾക്കും വിറ്റു.